ചരിത്രപ്രസിദ്ധമായ പാലയൂർ തീർത്ഥകേന്ദ്രത്തിലെ തർപ്പണ തിരുനാളിനോടനുബന്ധിച്ചൊരുക്കിയ ദീപാലങ്കാരം സോഷ്യൽ മീഡിയയിലും ജനങ്ങൾക്കിടയിലും തരംഗമാകുന്നു. പാലയൂർ പള്ളിയുടെ നടശാലയോട് ചേർന്നുള്ള കൂറ്റൻ ടവറിൽ കാണികളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വർണ്ണവിസ്മയം തീർത്തതിനു പിന്നിൽ തൃശൂർ ചിറ്റിശ്ശേരി സ്വദേശിയായ 17 വയസ്സുകാരൻ ബിൽജോയുടെ കഠിനാധ്വാനവും സാങ്കേതിക മികവുമാണ്. ആധുനിക സാങ്കേതിക വിദ്യയായ പിക്സൽ LED വിളക്കുകൾ ഉപയോഗിച്ചാണ് ബിൽജോ ഈ ദൃശ്യവിരുന്നൊരുക്കിയത്. ഓരോ LED ബൾബും പ്രത്യേകമായി നിയന്ത്രിക്കാൻ സാധിക്കുന്ന സാങ്കേതികവിദ്യ സ്വന്തം ലാപ്ടോപ്പിൽ പ്രോഗ്രാം ചെയ്താണ് ഈ മിടുക്കൻ വിസ്മയം തീർത്തത്. ഇത്തവണ ദീപാലങ്കാരത്തിലൂടെ ലോകകപ്പ് ഫുട്ബോളിന്റെ ദൃശ്യങ്ങൾ പുനർനിർമ്മിച്ചപ്പോൾ അത് കാണികൾക്ക് തികച്ചും പുതുമയാർന്നൊരു അനുഭവമായി മാറി. പാലയൂർ പള്ളിയിലെ ദീപാലങ്കാരത്തിന്റെ പ്രധാന ചുമതല ബിൽജോയുടെ പിതാവും ചിറ്റിശ്ശേരി സ്വദേശിയുമായ ബിജിറ്റ് കാട്ടൂക്കാരനായിരുന്നു. എന്നാൽ പിക്സൽ LED വിഭാഗം പൂർണ്ണമായും മകന്റെ കരങ്ങളായിരുന്നു. 15-ാം വയസ്സിൽ തന്നെ പിതാവിനൊപ്പം ചേർന്ന് ദീപാലങ്കാരങ്ങൾ ഡിസൈൻ ചെയ്യാൻ തുടങ്ങിയ ബിൽജോയ്ക്ക് ഈ രംഗത്ത് ഇതിനകം തന്നെ കൈനിറയെ അനുഭവ സമ്പത്തുണ്ട്. വടക്കാഞ്ചേരിയിലെ പ്രമുഖ ലൈറ്റ് എഞ്ചിനീയറായ ഇസ്മായിൽ വടക്കാഞ്ചേരിയിൽ നിന്നാണ് പിക്സൽ LED പ്രോഗ്രാമിന്റെ അടിസ്ഥാന വിദ്യകൾ പഠിച്ചെടുത്തത്. തിരുനാളിനെത്തിയ ആയിരക്കണക്കിന് തീർത്ഥാടകരുടെയും നാട്ടുകാരുടെയും മനം കവർന്ന ദീപാലങ്കാരത്തിന്റെ ദൃശ്യങ്ങൾ നവമാധ്യമങ്ങളിലും പ്രചരിക്കുന്നുണ്ട്. പ്രായത്തെ വെല്ലുന്ന സാങ്കേതിക ജ്ഞാനവുമായി ലൈറ്റിംഗ് രംഗത്ത് തന്റേതായ മുദ്ര പതിപ്പിക്കുന്ന ഈ 17-കാരന് വലിയ അഭിനന്ദന പ്രവാഹമാണ് ലഭിക്കുന്നത്. വേൾഡ് കപ്പിൻ്റെ ആയിട്ട് കായിക താരങ്ങളെ ആക്കിയത് അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതിനോടൊപ്പം തന്നെ ബാക്കി യേശുദേവൻ്റെയും സ്ലീഹന്മാരുടെയും എല്ലാവരും ഇത് രൂപങ്ങൾ അതിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിനായിട്ട് ഞങ്ങൾ 1.5 ലക്ഷത്തോളം ബൾബുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. 8ഓളം പണിക്കാരും ഒരാഴ്ചത്തോളം സമയമാണ് ഇതിന് വേണ്ടി വന്നത്.